നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. അടുത്ത വർഷം നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി. തൃശൂർ കോർപ്പറേഷനിലെ 231 പേർക്ക് ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറി. ഭൂനിയമ ചട്ടരൂപീകരണം സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഭൂമി തരംമാറ്റം അദാലത്ത് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ നടക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ 107.5 ഹെക്ടർ സ്ഥലം സുരക്ഷിതമല്ലെന്ന് വിദഗ്ധ സമിതി. കാഞ്ഞിരംകുളം ഗവൺമെന്റ് കോളേജിന് ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ. അടുത്ത വർഷം നവംബർ 1 കേരളം അതിദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുടുംബവുമില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ കൈമാറുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ സംസ്ഥാനം ഭവനരഹിതരില്ലാത്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെയാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആ പദ്ധതിയുടെ ഭാഗമായാണ് തൃശൂർ കോർപ്പറേഷനിലെ 231 കുടുംബങ്ങൾക്ക് 3 സെന്റ് വീതം ഭൂമി ലഭ്യമാകുന്നത്. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുവെപ്പാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2017 പ്രസിദ്ധീകരിച്ച ഭൂരഹിത ഭവനരഹിത പട്ടികയിലെ 600 ഗുണഭോക്താക്കളിൽ പട്ടികജാതി ഒഴികെയുള്ള 231 ഗുണഭോക്താക്കൾക്ക് തൃശൂർ കോർപ്പറേഷൻ ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി വാങ്ങിയ മാടക്കത്ര പഞ്ചായത്തിലെ മാറ്റാമ്പുറത്തുള്ള 16.50 ഏക്കർ സ്ഥലത്ത് 3 സെന്റ് വീതം കൈവശാവകാശം നൽകിക്കൊണ്ടാണ് അനുവദിക്കുന്നത്. മാറ്റാമ്പുറത്ത് നടന്ന ചടങ്ങിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, പി ബാലേന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ട രൂപീകരണം ഉണ്ടായില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയ്യേറ്റങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും എത്ര വലിയവനായാലും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ചക്രമുടി വിഷയം നിയമപരമായി നേരിടും. പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി അന്യാധീനമാകാൻ അനുവദിക്കില്ല. അതിനാണ് പട്ടയ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷനിൽ ഉടുമ്പൻചോല പീരുമേട് താലൂക്കുകളിലെ പട്ടയ വിതരണവും മന്ത്രി നിർവഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ് പരിപാടിയിൽ അധ്യക്ഷനായി. ജില്ലയിലെ വിവിധ ഭൂമി പതിവ് ഓഫീസുകളിൽ നിന്നും 4ാം 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 2941 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നത് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ 506 പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമ്പൻചോല പട്ടയമേളകളിലായി വിതരണം ചെയ്തത്. 302 പട്ടയങ്ങൾ ഇടുക്കി മേളയിലും 204 പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി. ശേഷിക്കുന്ന 2435 പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി 2ാം ഘട്ട അദാലത്ത് നടത്തുന്നതിന് റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ താലൂക്ക് തലങ്ങളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുക. ഒക്ടോബർ 25 സംസ്ഥാനതല ഉദ്ഘാടനം സംഘടിപ്പിക്കും. ഓരോ താലൂക്കിലെയും സമയക്രമം നിശ്ചയിക്കുന്നതിന് ലാൻഡ് റവന്യൂ കമ്മീഷനെ ചുമതലപ്പെടുത്തി. 25 സെന്റിൽ താഴെയുള്ള സൗജന്യമായ തരംമാറ്റത്തിന് അർഹതയുള്ള ഫോറം നമ്പർ 5, ഫോറം നമ്പർ 6 അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് അദാലത്തുകൾ സംഘടിപ്പിക്കുക. അദാലത്തിന് മുൻപായി സംസ്ഥാന അടിസ്ഥാനത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, അഗ്രികൾച്ചറൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ സംയുക്ത യോഗം ചേരും. തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി 2023 നടത്തിയ 1ാം ഘട്ട അദാലത്തുകൾ RD ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത്. 2024 സെപ്റ്റംബർ മാസത്തോടുകൂടി സംസ്ഥാനത്ത് 27 RDOമാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി തരംമാറ്റ അപേക്ഷകൾ പരിഗണിക്കാനുള്ള അധികാരം നൽകിക്കൊണ്ട് നിയമസഭ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തിരുന്നു. താലൂക്ക് അടിസ്ഥാനത്തിൽ RDOമാരും ഡെപ്യൂട്ടി കളക്ടർമാരുമാണ് ഇപ്പോൾ തരംമാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ 107.5 ഹെക്ടർ സ്ഥലം സുരക്ഷിതമല്ലെന്നും വാസയോഗ്യമല്ലെന്നും സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകി. 104 ഹെക്ടർ പ്രദേശമാണ് ഉരുൾപൊട്ടലിൽ തകർന്നത്. ഇതിനോട് ചേർന്നുള്ള 3.5 ഹെക്ടർ സ്ഥലം കൂടി അപകടകരമാണെന്നാണ് സമിതി റിപ്പോർട്ടിലുള്ളത്. ഉരുളൊഴുകിപ്പോയ വഴിയും അതിനോട് ചേർന്ന 300 മീറ്ററോളം വരുന്ന സ്ഥലവുമാണിത്. പ്രൊഫസർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറി. പ്രാദേശികമായി ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ അടയാളപ്പെടുത്തണമെന്നും സമിതി നിർദ്ദേശിച്ചു. പുന്നപ്പുഴയുടെ നദീതട സംരക്ഷണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ, കെട്ടിട നിർമ്മാണത്തിലെ നിർദ്ദേശങ്ങൾ എന്നിവയും സമിതി റിപ്പോർട്ടിലുണ്ട്.
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആവശ്യപ്രകാരം കാഞ്ഞിരംകുളം കുഞ്ഞികൃഷ്ണൻ നാടാർ ഗവൺമെന്റ് കോളേജിന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. കോളേജിന് വേണ്ടി 4 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി അക്വിസിഷൻ ഓഫീസറെ നിയോഗിക്കുകയും സാമൂഹിക ആഘാത പഠനം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് ഈ മാസം തന്നെ ലഭ്യമാക്കാൻ മന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകി. തുടർ നടപടികളായ വിജ്ഞാപനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പരമാവധി വേഗത്തിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഡിസംബർ മാസത്തോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. എം വിൻസെന്റ് MLA, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ, ജോയിന്റ് കമ്മീഷണർ എ ഗീത, ഡെപ്യൂട്ടി കളക്ടർ സഞ്ജയ് ജേക്കബ് ജോൺ എന്നിവരും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സർക്കാർ ഓഫീസുകളിൽ ഹരിത പെരുമാറ്റച്ചട്ടം കർശനമാക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ. ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കളക്ടർ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി. ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീസ് നൽകാതിരിക്കുകയും മാലിന്യം കൈമാറാതിരിക്കുകയും ചെയ്യുന്ന ഓഫീസുകളുടെ മേധാവിമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ നടപടി സ്വീകരിക്കണം. ഒക്ടോബർ 30 മുമ്പ് വേസ്റ്റ്, ഉപയോഗശൂന്യമായ ഫർണിച്ചർ തുടങ്ങിയവയുടെ പട്ടിക തയ്യാറാക്കണം. നവംബർ 1 മുമ്പ് അവ ക്ലീൻ കേരള കമ്പനി കൈമാറണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ഓഫീസുകളിൽ ഭക്ഷണം പാഴ്സൽ കൊണ്ടുവരുന്ന രീതി ഉപേക്ഷിക്കണമെന്നും ഹരിതചട്ടങ്ങൾ മാതൃകാപരമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും കളക്ടർ പറഞ്ഞു. എറണാകുളം സിവിൽ സ്റ്റേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്, പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. സിവിൽ സ്റ്റേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് പൊതുജനങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ NS ഉമേഷ്. വിവിധ സർക്കാർ വകുപ്പുകളിൽ സ്ഥിര താൽക്കാലിക നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ വ്യക്തിയെ സെക്യൂരിറ്റി ജീവനക്കാരും ചേർന്ന് പിടികൂടി തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് അവകാശപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. PSC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവ മുഖേന നടത്തുന്ന പരീക്ഷകൾക്കും അഭിമുഖത്തിനും മറ്റ് നടപടിക്രമങ്ങൾക്കും ശേഷമാണ് സർക്കാർ വകുപ്പുകളിൽ ജോലി നേടാൻ കഴിയുക. പണം നൽകി ജോലി ലഭിക്കുമെന്ന ചതിക്കുഴികളിൽ പൊതുജനങ്ങൾ വീഴരുതെന്നും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. വയനാട് ജില്ലയിൽ ഹൈസ്കൂൾ മുതൽ മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലാ കളക്ടറുമായി സംവദിക്കാൻ അവസരമൊരുക്കി ഗുഡ് മോർണിംഗ് കളക്ടർ. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ തുറന്ന സംവാദങ്ങളുടെ പ്രാധാന്യമാണ് ഗുഡ് മോർണിംഗ് കളക്ടർ അടയാളപ്പെടുത്തുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9:30 മുതൽ 10 മണി വരെയാണ് ജില്ലാ കളക്ടർ വിദ്യാർത്ഥികളെ കാണുന്നത്. ഒരു വിദ്യാലയത്തിൽ നിന്നും പരമാവധി 15 പേരുള്ള ടീമിനാണ് അനുമതി നൽകുക. ഇതിനായി ഗൂഗിൾ ഫോം മുഖേന വിവരങ്ങൾ ലഭ്യമാക്കണം. വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ ജില്ലാ കളക്ടറുമായി പങ്കുവയ്ക്കാം. സർക്കാർ സംവിധാനങ്ങൾ നേരിട്ട് പരിചയപ്പെടാനും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വളർത്താനും വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നതിനാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ ഗൂഗിൾ ഫോം ലിങ്ക് ലഭ്യമാണ്. നിപ്പ മരണത്തെ തുടർന്ന് മലപ്പുറം ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകളിലെ കണ്ടെയ്ൻമെന്റ് സോണും പിൻവലിച്ചു. നിപ്പ പരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെയാണ് നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം പിൻവലിച്ചത്. കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡ് ജീവനക്കാരും പെൻഷൻകാരും ചേർന്ന് ചൂരൽമലയിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി 13 ലക്ഷം രൂപ സംഭാവന നൽകി. ഹൗസിംഗ് ബോർഡ് ചെയർമാൻ DV ബാലൻ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജന് ചെക്ക് നൽകി. പെൻഷനേഴ്സ് സംയുക്ത സമിതിയുടെ ജനറൽ കൺവീനർ ശശിധരൻപിള്ള, കൺവീനർമാരായ E ശങ്കരൻപോറ്റി, K രവീന്ദ്രൻ നായർ, VN രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെയും പെൻഷനേഴ്സ് ഫോറത്തിൻ്റെയും ചെക്ക് മന്ത്രി കെ രാജന് നൽകിയത്. ഹൗസിംഗ് ബോർഡ് അഡീഷണൽ സെക്രട്ടറി ബാബു മറ്റ് ജീവനക്കാരും സന്നിഹിതരായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.